ഞങ്ങളെ സൈനിക സഹായത്തിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും സഹായിക്കാൻ റഷ്യയും ചൈനയും ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ട്. യുദ്ധം തുടങ്ങി 3 ആഴ്ച പിന്നിടുമ്പോൾ പരിപൂർണമായ പിന്തുണയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നടത്തിയിരിക്കുന്നത്. മധ്യേഷ്യയിലെ സംഘർഷത്തിൽ റഷ്യയും ചൈനയും ഇറാനെ സൈനിക സഹകരണത്തിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും സഹായിക്കുന്നുണ്ടെന്നും അമേരിക്കയും ഇസ്രയേലിനുമെതിരെ യുദ്ധത്തിൽ റഷ്യയും ചൈനയും തങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നത് ഇത് ആദ്യമായിട്ടാണ് ഇറാൻ ഇത്തരത്തിൽ തുറന്നു സമ്മതിക്കുന്നത്. ഈ 2 രാജ്യങ്ങളും ഇറാന്റെ നിർണായക പങ്കാളികളാണ്, അതായത് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണ് എന്നതാണ് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിലെ എണ്ണ കമ്പനികൾക്കോ ഊർജ്ജ സ്രോതസ്സുകൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള പ്രാദേശിക ആസ്തികൾക്ക് നേരെ അത് വലിയൊരു തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തന്നെ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും UAE വഴി തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട് എന്നും അരാക്ചി ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ആരോപണമായിട്ടാണ് ഇക്കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇറാനും റഷ്യയും ചൈനയും തമ്മിൽ രഹസ്യമായി തന്നെ സൈനിക സഹകരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് അവിടെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് എന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ന് പങ്കുവച്ചത്. ചൈനയും റഷ്യയും ഇറാന്റെ തന്ത്രപ്രധാന പങ്കാളികളാണ്. സംഘർഷത്തിൽ അവർ സഹകരണം നൽകുന്നുണ്ട്. അതിൽ സൈനിക സഹകരണവും ഉൾപ്പെടുന്നതായും തന്നെ മാത്രമല്ല വലിയ രീതിയിൽ കാര്യങ്ങൾ ഇവിടെ ഏകോപനം നടത്തുന്നതായി തന്നെ ഒരു അഭിമുഖത്തിലൂടെയാണ് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിലും തങ്ങൾ തമ്മിൽ അടുത്ത സഹകരണം ഉണ്ടായിരുന്നുവെന്നും അത് ഇന്നും തുടരുന്നുണ്ട് എന്നും ഇതിൽ സൈനിക സഹായവും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയമായും സാമ്പത്തികമായും അവിടെ സൈനികമായി പോലും ഈ രാജ്യങ്ങളുമായി നല്ല സഹകരണമാണ് ഇറാൻ വെച്ചു പുലർത്തുന്നത്. എന്നാൽ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും രാജ്യം സ്വീകരിക്കുന്ന സഹകരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തങ്ങൾ വെളിപ്പെടുത്താൻ ഇവിടെ തയ്യാറല്ല എന്ന വിസമ്മതമാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കാകട്ടെ പൂർണ്ണമായും തുറക്കാൻ ഉടനെ ഒന്നും തന്നെ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ധനക്ഷാമത്തെക്കുറിച്ചും വില വർധനവിനെ കുറിച്ചും വിശദീകരിച്ച അദ്ദേഹമാകട്ടെ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കടന്നുപോകുന്ന ഗാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക അടുത്തിടെ നടത്തിയ ആക്രമണത്തിന്റെ ആഘാതത്തെക്കുറിച്ചും പരാമർശം നടത്തി. ഞങ്ങളുടെ എണ്ണ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് തിരിച്ചടിക്കുമെന്ന ഞങ്ങളുടെ സായുധ സേന ഇതിനോടകം തന്നെ മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് ഞാൻ കരുതുന്നത്. ഒരു അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനി ഓഹരിയിലുള്ളതോ ആയ മേഖലയിലെ ഏത് ഊർജ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെയും അവർ ആക്രമണം നടത്തും. അതിൽ ഞങ്ങളുടെ പ്രതികരണം വ്യക്തമായിരിക്കും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ഇറാന്റെ സൈനിക ശക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല UAEയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അമേരിക്കയുമായി ചേർന്ന് അവിടെ ടെഹ്റാനിൽ ആക്രമണം നടത്തിയതിന് അദ്ദേഹം UAE കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇറാനെതിരെ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് അത് അപകടകരമാണ് എന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.